കണ്ണൂരിലെ BLO അനീഷ് ജോർജിന് ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എന്ന കണ്ണൂർ കളക്ടറുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ആ റിപ്പോർട്ട് തള്ളുകയാണ് കുടുംബം. അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കടുത്ത ജോലി സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്നും ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നും ഈ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അനീഷ് എന്നുമാണ് സഹോദരി ഭർത്താവായ ഷൈജു മാതൃഭൂമി ന്യൂസിനോട് ഇന്ന് പറഞ്ഞത്. അനീഷ് ഇത്രയും ദിവസങ്ങളിൽ ഇവിടെ അനുഭവിച്ച സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവരുടെ വീട്ടിൽ നമ്മൾ അമ്മച്ചിയൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ പറയുന്നത് ഭക്ഷണം കഴിയില്ല, പിന്നെ ഒരു അങ്ങനത്തെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ആലോചനയില്ല. ഇതെങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ അനീഷിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കളക്ടറുടെ ആ ഒരു റിപ്പോർട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയത്തില്ല. അതായത് ഈ ജോലി സമ്മർദ്ദമാണോ അതിൻ്റെ അകത്ത് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായത്? അല്ല, അതിനകത്ത് ജോലി സമ്മർദ്ദമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയ സമ്മർദ്ദം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമ്മർദ്ദവും ജോലി സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇപ്പോൾ ഈ വീട്ടിൽ സംസാരിച്ചപ്പം അവിടെ പറഞ്ഞത് പിന്നെ ഈ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങുമ്പോൾ ഓരോ മണിക്കൂറൊക്കെ കൂടി 1-2 മണിക്കൂർ കൂടുമ്പോൾ കളക്ട്രേറ്റിൽ നിന്ന് അനീഷിനെ വിളിക്കുന്നുണ്ടായിരുന്നു. വർക്ക് എങ്ങനെയായി, എവിടം വരെ ആയി എന്നൊക്കെ അറിയാൻ വേണ്ടി. കാരണം അപ്പോൾ അത്രയേറെ മോണിറ്ററിങ് അവർ നടത്തുന്നുണ്ടായിരുന്നതാണ് ഇവർ പറഞ്ഞത് നമ്മളോട്. അപ്പം അനീഷിനെ സംബന്ധിച്ചിട്ട് അതൊക്കെ വളരെ വലിയ ഒരു സമ്മർദ്ദം തന്നെയായിരുന്നു. ഇന്നലെ പറയുന്നുണ്ടല്ലോ ഉറക്കം പോലും കൃത്യമായി കിട്ടാൻ. അതെ, ഉറക്കം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഒട്ടും ഉറക്കം ഉണ്ടായിരുന്നില്ല അനീഷിനെ സംബന്ധിച്ചിട്ട്. അതുപോലെ ഭക്ഷണം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അവനോട് പറഞ്ഞു ജോലി സംബന്ധിച്ചിട്ട് പ്രശ്നമാക്കണ്ട, ജോലി പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മളുടെ ജീവിതം കളയാൻ നിൽക്കണ്ടല്ലോ, അങ്ങനെ വരെ അവിടുന്ന് വീട്ടിൽ നിന്ന് അപ്പച്ചൻ പറഞ്ഞിരുന്നു. ഏത് തരത്തിലാണ് രാഷ്ട്രീയ സമ്മർദ്ദമുള്ളത്? അതിനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അനീഷ് വീട്ടിൽ അത് പറഞ്ഞിരിക്കുന്നത് പല ആൾക്കാരും വിളിക്കാറുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആരൊക്കെ എന്താണെന്ന് നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയത്തില്ല. പല ആൾക്കാരും നമ്മളെ അങ്ങനെ വിളിക്കാറുണ്ട്, പണി തീർക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടെന്നാണ് പറഞ്ഞത്. പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിളിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്.